സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം തള്ളിയിട്ടും വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ നിലപാട് മാറ്റാത്ത ശശി തരൂർ ലക്ഷ്യമിടുന്നത് ഉന്നതതല ഇടപെടൽ. കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഉന്നതർ ബന്ധപ്പെടുമ്പോൾ തന്റെ പരിഭവങ്ങൾ ധരിപ്പിക്കാനുള്ള അവസരത്തിനായി കാത്തുനിൽക്കുകയാണ് തരൂർ. ചില ഫേസ്ബുക്ക് പ്രതികരണങ്ങളിലൂടെ മയപ്പെട്ടു എന്നതിന്റെ സൂചന തരൂർ നൽകിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ലേഖനത്തിലെ നിലപാട് ആവർത്തിച്ചതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. പ്രതിപക്ഷത്തെ ആകെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്നതാണ് തരൂരിന്റെ നീക്കങ്ങളെന്ന UDF ഘടകകക്ഷികൾക്കും അഭിപ്രായമുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് CPM-ന് മറുപടി എന്ന നിലയിൽ തരൂരിന്റെ വാദങ്ങളെ KPCC അധ്യക്ഷൻ തന്നെ തള്ളിയത്. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടണമെന്നാണ് KPCC നേതൃത്വത്തിന്റെ താൽപര്യം. മറുവശത്ത് തരൂർ ആവട്ടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തന്നോട് ഒരു കാര്യത്തിലും കൂടിയാലോചനകൾ സംസ്ഥാന നേതൃത്വം നടത്താത്തത് ആ ഘട്ടത്തിൽ ആയുധവുമാക്കും. പ്രവർത്തക സമിതി അംഗമെന്ന പരിഗണന പാർട്ടി പരിപാടികളിൽ കിട്ടുന്നില്ല. പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവിനും പ്രത്യേക ക്ഷണിതാവിനും കിട്ടുന്ന അംഗീകാരം പോലും KPCC നൽകുന്നില്ല. ഇന്ദിരാഭവനിൽ ഒരു ഓഫീസ് മുറി പോലും അനുവദിക്കാത്തതടക്കം നിരവധി പരിഭവങ്ങൾ സംസ്ഥാന നേതൃത്വത്തോട് തരൂരിനുമുണ്ട്. ദേശീയ നേതൃത്വത്തിനെതിരെയും തരൂരിന് പരാതികളുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പലപ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകാത്തതും തരൂരിനെ ചൊടിപ്പിക്കുന്നുണ്ട്. അതിനാൽ KC വേണുഗോപാലിനപ്പുറമുള്ള ഇടപെടലാണ് തരൂർ ലക്ഷ്യമിടുന്നത്. അതിനിടെ തരൂരിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി അടക്കം ഏറ്റെടുത്തതോടെ ഒരേ സമയം തരൂരിനും CPM-നും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് UDF ആകെ എത്തി. മീഡിയ 1 തിരുവനന്തപുരം.